Hello, good morning. Good morning. Good morning, ma'am. Yes, let's start. We were learning about the performance management, its concepts and objectives in the last class. അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഏകദേശം നിർത്തിവെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒബ്ജക്റ്റീവ്സ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് അല്ലെ? ആ ഒരു ഭാഗത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റൈറ്റ്? ശരിയല്ലേ? Please confirm. ഇവിടെ വരെ അല്ലേ? ഒന്ന് നോക്കിയേ. 73 പേജ് നമ്പർ നിങ്ങളുടെ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് 73 പേജ് നമ്പർ ആണ്. ആരുമില്ല പറയാൻ? ഓക്കെ, പത്തുണ്ടല്ലേ? യെസ്, ഒന്ന് റെസ്പോണ്ട് ചെയ്യാട്ടാ. എന്താണ് ചോദിക്കുന്നതിന് ഒരു യെസ്സോ നോയോ തമ്പോ എന്തെങ്കിലും റെസ്പോൺസ് എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പൊ ഈ മഴയും അതൊക്കെയാണല്ലോ, മഴക്കാലൊക്കെയാണ്. ഇപ്പൊ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ആണോ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? വോയിസ് ഒക്കെ ക്ലിയർ ആണോ എന്നൊക്കെ ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അതും കൂടി ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് ആണ് നമുക്ക് അതിനുള്ള പോസിറ്റീവ് ഒരു സൈൻ, ഒരു പോസിറ്റീവ് സിഗ്നൽ ആണ്. അതെ, കുഴപ്പമില്ല, ക്ലാസ് ഒക്കെ ക്ലിയർ ആണ്, കുട്ടികൾ കേൾക്കുന്നുണ്ടെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒബ്ജക്റ്റീവ്സും കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഹെഡിങ് ആണ് പറഞ്ഞു നിർത്തിയത്. നമുക്കറിയാം ഇറ്റ് ഈസ് എന്താ പറയാ, മാനേജ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ കോൺസെപ്റ്റ് ആണ്. അതിലെ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പിക് ഒബ്ജക്റ്റീവ്സ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്? എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഓർഗനൈസേഷൻ ആസ് എ സിസ്റ്റം. ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതിനകത്തുള്ള സബ് സിസ്റ്റംസ്, ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്സ് or the departments functioning in that particular organization. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റവും അതിനകത്തുള്ള കുറെ ബ്രാഞ്ചസോ ഡിപ്പാർട്ട്മെന്റ്സോ യൂണിറ്റ്സോ ഇതെല്ലാം കൂടി ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സമഗ്രമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? പ്രവർത്തിച്ച് to obtain or to achieve maximum result, നല്ല രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. അതാണ് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. In an organization, various types of operations are performed. ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയീസ് അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഓപ്പറേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതായത് ഫങ്ഷൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഉണ്ടായിരിക്കും. ഇതെല്ലാം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ അല്ലെ? അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ആ പെർഫോമൻസ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന്റെ HR പോളിസീസ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണോ നടക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ട് ഉറപ്പുവരുത്തുന്നത്? ടു അച്ചീവ് മാക്സിമം ഔട്ട്പുട്ട് ഓഫ് റിസൾട്ട്, പരമാവധി റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. And there are also some എന്താ പറയാ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും പെർഫോമൻസ് മാനേജ്മെന്റിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്താണെന്നാണ് ആ പോയിന്റ് വൈസ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞതാണ് ടു എനേബിൾ ദ എംപ്ലോയീസ് വർക്ക് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ്സ് ആൻഡ് ഓൾസോ ടു റീച്ച് ദ സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദെയർ വർക്ക്. അതായത് ഓരോ ഓർഗനൈസേഷനിലും ജോലി ചെയ്യുന്ന എംപ്ലോയീസ് എന്താണോ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുക, അത് അച്ചീവ് ചെയ്യുക, സുപ്പീരിയർ സ്റ്റാൻഡേർഡിലേക്ക്. എന്ത് നിലവാരത്തിലാണോ ഓർഗനൈസേഷൻ എംപ്ലോയീസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഓരോ ജോലിക്കാരെയും
ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് the employer or the management has some expectation or a standard of expectation. അവരുടെ ഒരു നിലവാരം പ്രതീക്ഷിക്കുന്നുണ്ട്. So the employees have the right to attain or achieve that particular standard. ആ ഒരു വർക്ക് പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ഓരോ എംപ്ലോയീസും എന്ത് ചെയ്യണം, റെസ്പോൺസിബിൾ ആണ്. സോ അതിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, കഴിവുള്ളവരാക്കുക. അതാണ് നമ്മളിപ്പോ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം, കുറെ ജോലി കൊടുത്ത് അവിടെ എന്തെങ്കിലും ഇരുന്നാന്ന് പറഞ്ഞാൽ പോരാ, അവരെ മാനേജ് ചെയ്യണം. അവർക്ക് വേണ്ട കാര്യങ്ങള് വേണ്ട സമയത്ത് അതൊക്കെ നോക്കി അന്വേഷിച്ച് ഇടയ്ക്കിടയ്ക്ക് അവരുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലെ അവരുടെ ആവശ്യങ്ങൾ അറിയുക, അവരുടെ ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കുക, നമ്മൾ അവരോട് പറയാനുള്ള അവരുടെ ഡ്യൂട്ടീസ്, ജോബ് ടാസ്കുകളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നാൽ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, അച്ചീവ്മെന്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ദേ ക്യാൻ അച്ചീവ്, ദ എംപ്ലോയീസ് ക്യാൻ അച്ചീവ്. അതിന് കഴിവുള്ളവരാക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. മനസ്സിലായി? അടുത്തത്, ടു ഹെൽപ് ദ എംപ്ലോയീസ് റെക്കഗ്നൈസ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. ഓരോ എംപ്ലോയീസിനും അവരവരുടേതായ അറിവും കഴിവുകളൊക്കെ മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു പെർഫോം ദെയർ ജോബ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻസിലി. അതായത് എഫിഷ്യന്റ് ആയിട്ട് തന്റെ ഓരോരുത്തരുടെയും ജോബ് ഇഫക്റ്റീവായിട്ട് ചെയ്യാനും അതിനുള്ള കഴിവും അറിവും ഒക്കെ തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ഗൈഡ് ദം ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഓരോ എംപ്ലോയീസും അവരവരുടെ ടാസ്കുകൾ കൃത്യമായ രീതിയിൽ അവര് ചെയ്യും. അതുകൂടി വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക. അതും മറ്റൊരു ലക്ഷ്യമാണ്. ഏതിന്റെ? പെർഫോമൻസ് മാനേജ്മെന്റിന്റെ. പെർഫോമൻസ് മാനേജ് ചെയ്യുക. എംപ്ലോയീസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതെല്ലാം മാനേജ് ചെയ്യേണ്ടതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അപ്പൊ അവരുടെ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം, അവരുടെ സ്കില്ല്, നോളജ്. ഇപ്പൊ എനിക്ക് എന്താണ് കഴിവ്, എന്റെ അറിവ് എന്താണ്, എന്റെ ജോബിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അവർ മനസ്സിലാക്കി കൊടുക്കുക. യു ക്യാൻ ഡു ഇറ്റ്, നിങ്ങൾക്ക് പറ്റും എന്നുള്ള ബോധ്യത്തിലേക്ക് എംപ്ലോയീസിനെ കൊണ്ടെത്തിക്കണം. ആ രീതിയിൽ they have to manage. So necessary skill, knowledge അവർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. To do their job efficiently and effectively. എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും അവർക്ക് അത് ചെയ്യാൻ പറ്റും എന്നവർക്ക് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, they can do their work in the right way. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പൊ എന്നെ വിശ്വസിക്കുകയാണ് മാനേജ്മെന്റോ or the employer എന്നെ വിശ്വസിക്കുകയാണ്. That means they are trusting me that I can do it. എനിക്ക് അത് ഇഫക്റ്റീവായി ചെയ്യാൻ പറ്റുന്ന അവർക്ക് വിശ്വാസമുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള മാനേജ്മെന്റും പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്നതാണ്. ഈ 2 പോയിന്റ് ഐ തിങ്ക് ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നുകൂടി പറഞ്ഞു മാത്രം. കുറച്ചധികം പേര് ഇവിടെ നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺലി 10 or 12 അത്രേ ഉണ്ടായുള്ളൂ. ബാക്കിയുള്ളവര് അതിനുശേഷം ജോയിൻ ചെയ്തതാണ്. നിങ്ങളെ കൂട്ടണം, വഴിക്ക് വെച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. തുടക്കം തന്നെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു റിവ്യൂ പോലെ അത്രയും പറഞ്ഞത്. ക്ലിയർ ആയിരുന്നോ? 1-2 പോയിന്റ് അവിടെ വരെ ഞാൻ എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആണോ? ബാക്കിയുള്ളവർ എല്ലാവരും ഒന്ന് കൺഫേം ചെയ്യോ? യെസ്, വെരി ഗുഡ്. നമ്മളൊന്ന് ആക്റ്റീവ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു എനർജിയിലൊക്കെ ഇരിക്കുക. രാവിലെ തന്നെ അല്ലേ, നമ്മൾ കാലത്ത് തന്നെ 10:30 ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഉച്ചയൊന്നുമല്ല, ഉച്ചയ്ക്കൊക്കെ ശേഷമുള്ള ക്ലാസ്സുകൾ കൂടി ഉണ്ട്. അവിടെ നല്ല ആക്റ്റീവായിട്ട് കുട്ടികൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും. നമ്മളൊന്ന് റെസ്പോൺസീവ് ആകുക എപ്പോഴും എന്തെങ്കിലും ചോദിക്കുമ്പോൾ കേട്ടോ. യെസ്, അപ്പൊ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. 3rd പോയിന്റ് എന്താണ്? എൻഹാൻസിങ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. ഇനി എന്ത് ചെയ്യുക, എംപ്ലോയീസിന്റെ നിലവിലുള്ള പെർഫോമൻസിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുക. വാട്ട് യു മീൻ ബൈ എൻഹാൻസ്? ഇംപ്രൂവ് ചെയ്യുക. ഇപ്പൊ എനിക്ക് കഴിവുണ്ട്, ഞാൻ വളരെ മനോഹരമായി ചെയ്യുന്നു, പക്ഷെ അത് ഇനിയും നമുക്ക് കൂട്ടാം. അതെങ്ങനെ കൂട്ടാം? by providing or by encouraging the employees encourage ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ചെയ്തോ, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെയുള്ള പ്രോത്സാഹന വാക്കുകളായിരിക്കാം, സ്നേഹത്തോടെയുള്ള തലോടലായിരിക്കാം, സ്നേഹത്തിലെ വാക്കുകളായിരിക്കാം. ആൻഡ് ഓൾസോ അഡീഷണലി സം ഫോം ഓഫ് റിവാർഡ്, എന്തെങ്കിലും പ്രതിഫലത്തിന്റെ രീതിയിലായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പ്രതിഫല രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രതിഫലങ്ങളായിട്ട് അവർക്ക് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ they also can perform their duties, അവരുടെ ജോബൊക്കെ അവർക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ വേണ്ട ആവശ്യം വേണ്ട സമയങ്ങളിൽ, എപ്പോഴെപ്പോഴും കൊടുക്കാനല്ല, ചില സമയങ്ങളിൽ അങ്ങനെ ഒരു റിവാർഡ് കൊണ്ട് നമുക്ക് അവരെ കയ്യിലെടുക്കാം. അവരുടെ വർക്ക് സ്കില്ല് നോളജ് ഒക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സാധ്യതയൊക്കെ മനസ്സിലാക്കുമ്പോൾ മാനേജ്മെന്റിന് അതൊക്കെ എളുപ്പം അറിയാൻ പറ്റും, എംപ്ലോയീസിന്റെ അത്തരം കാര്യങ്ങളെയൊക്കെ. അല്ലാതെ ഒന്നും ചെയ്യാത്തവരെ അത് നമ്മൾ ഉദ്ദേശിച്ച നിലവാരത്തിന്റെ ഒരു ഹാഫ് പോർഷൻ ആവറേജ് പോലും എത്താത്ത എംപ്ലോയീസിനല്ല
അല്ലാതെയുള്ളവർക്ക് അവർക്ക് ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്യാം. ചെയ്തത് വളരെ ബെറ്റർ ആണ്, പക്ഷെ ഇനിയും നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ടാസ്ക് ചെയ്യാം എന്നുള്ള അത്തരം എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള ചില എൻകറേജിങ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. Maybe it is in the form of some rewards. എന്തെങ്കിലും റിവാർഡുകൾ, മോണിറ്ററി റിവാർഡോ അല്ലാത്തതോ കാശായിട്ട് കൊടുക്കണം, വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാതെയുള്ളത് അത് ഓരോ ഓർഗനൈസേഷൻസ് ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ചില ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവർ ആ ടാർഗറ്റിന്റെ അബവ് ഓൾറെഡി എത്തിക്കഴിഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ഇതിലും ഇനി മെച്ചപ്പെടുത്താൻ പറ്റും എന്നൊക്കെ വരുമ്പോ അവർക്ക് അവരെ ഒന്ന് എന്താ പറയാ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ചില ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ചില സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുക്കുക. നോൺ മോണിറ്ററി ആയിട്ട് കൊടുക്കുക. കണ്ടോ, ഇവരിത് എല്ലാവർക്കും ഇതുപോലെ ജോലി തന്നു, പക്ഷെ ഇയാള് ഇത് ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ടാർഗറ്റിന്റെ അബവിലേക്ക് എത്തി. സോ ആള് നമുക്ക് ഒന്ന് എന്താ പറയാ, ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. കണ്ടോ, ആളുകളുടെ മുമ്പിൽ, എംപ്ലോയീസിന് മുമ്പിലൊക്കെ കൊണ്ടു നിർത്തി അങ്ങനെ ഒരു അപ്രീസിയേഷൻ ഒക്കെ കൊടുക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് റിവാർഡ്. അതും ഒരു റിവാർഡാണ്. അല്ലെങ്കിൽ ആൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം, നിങ്ങളുടെ ഇരിപ്പിട സ്ഥലത്തിന്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന് മാറ്റുകയാണ്, നിങ്ങൾ കുറച്ചുകൂടി ഒരു വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ ജോലി മാറ്റുകയാണ്. That is also a type of reward. കണ്ടോ, മനസ്സിലായോ എന്താണ് മൂന്നാമത്തെ പോയിന്റ്? അത്രേ ഉള്ളൂ. By providing effective rewards, the employees can be encouraged or empowered to increase their performance. Performance വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് വേണ്ട രീതിയിലുള്ള റിവാർഡുകൾ അവരെ എൻകറേജ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്തത് നാലാമത്തെ പോയിന്റ്, പ്രൊമോട്ടിംഗ് എ two-way communication system between the supervisors and the employees. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുന്നത് ആരാ, അല്ലെങ്കിൽ അതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സ് ആണ്. ഏത് സമയവും മാനേജ്മെന്റ് വന്ന് ഇടപെട്ട് എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ പാർട്ടിസിപ്പേഷൻ എപ്പോഴും പറ്റില്ല, അല്ലെ? വൺസ് ഇൻ എ മന്തോ, അത് ഓർഗനൈസേഷന്റെ വലിപ്പവും അവിടുത്തെ മാനേജ്മെന്റ് കാര്യങ്ങളുടെ ആ ഒരു സീരിയസ്നെസ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില വലിയ വലിയ ബിസിനസ്സുകൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മാനേജ്മെന്റിന് ഇത്തരം എംപ്ലോയീസിന്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ വന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ there will be some supervisors to supervise the performance of the employees. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് നോക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും there will be supervisors. അപ്പൊ സൂപ്പർവൈസേഴ്സും അങ്ങനെ ഉണ്ടാകുമ്പോൾ there should be a proper two-way communication system. ഒരു two-way communication system ആണ്, അല്ലാണ്ട് one way അല്ല. അതെന്താ ഈ two-wayയും one-wayയും തമ്മിലുള്ള വ്യത്യാസം? സൂപ്പർവൈസേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഇതിന്റെ ജോലി ഇത്ര പോരാ, കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് സൂപ്പർവൈസർ അങ്ങോട്ട് പറയുന്നു. ആൻഡ് അടുത്ത എംപ്ലോയീസിനോടൊക്കെ ചെന്ന് അങ്ങോട്ട് മാത്രം പറയുന്നു. And they are not giving a chance to listen to the employees. Employees എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടോ എന്ന് കേൾക്കാനോ ഒരു സമയം പോലും, ഒരു മിനിറ്റ് പോലും പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ്സ് കോൾഡ് വൺ വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിന് നമ്മൾ റേഡിയോ എന്ന് പറയും. അങ്ങോട്ടൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മളിവിടെ റേഡിയോ ആണ്, അല്ലെ? ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയുന്നില്ലല്ലോ. പറയാതിരിക്കാൻ നമ്മളിവിടെ മ്യൂട്ട് ചെയ്തിട്ടാണ്. മ്യൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ മ്യൂട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ബിക്കോസ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്താണ് നിങ്ങളുടെ റിപ്ലൈസ്, നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ നമുക്ക് തരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? നമുക്ക് അതിന്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു നിങ്ങളുടെ ആ സൗണ്ട് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഇത് നമുക്കല്ല കൂടുതൽ എഫക്ട് ചെയ്യുക. ഇത് റെക്കോർഡഡ് ക്ലാസ് മാത്രം കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഇഫ് നെസസറി വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സാഹചര്യം നമ്മൾ ലാസ്റ്റ് 5 or 10 മിനിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ they can also make use of that 10 minutes. ആ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അത് ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീനിൽ ഞാൻ അത് പറഞ്ഞുള്ളൂ. അപ്പോ ഇതൊരു വൺ വേ സിസ്റ്റം ആണ്. പക്ഷേ ഇവിടെ പറയുന്നത് എംപ്ലോയീസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഷുഡ് ഹാവ് സം ടൈപ്പ് ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എംപ്ലോയീസിനോട് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും സൂപ്പർവൈസേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് നടത്തുക, എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. there should be a two-way communication system. എന്ന് വെച്ചാൽ എംപ്ലോയീസിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കൂടി ശ്രവിക്കുക, കേൾക്കുക.
ഓക്കെ. ആൻഡ് ഓൾസോ അവരുടേതായ നമ്മളിത് സൂപ്പർവൈസേഴ്സ് പറയണത് ഇതൊക്കെയാണ് നിന്റെ ഡ്യൂട്ടീസ്, നിന്റെ റോൾസ് എന്നൊക്കെ അങ്ങോട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓൾസോ ദേ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദം. അവരുമായിട്ട് എംപ്ലോയീസുമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചായിട്ടും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് കോച്ചിങ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ട് സംസാരിക്കുക, അവരിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു ഡിസ്കഷൻ മൂഡിലേക്ക് എന്ത് ചെയ്യാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോകണം. അതുകൊണ്ടാണ് അവിടെ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യണം ബിറ്റ്വീൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. 4ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്, ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ. Promoting a 2-way communication system between the supervisors and the employees for clarifying expectations about the roles and accountabilities, discussing the functional organizational goals. ആ ഒരു സെന്റൻസ് എന്തായാലും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 2-way കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണമെന്നുള്ളത്. ഓക്കെ. ആൻഡ് ഷുഡ് ബി ഒരു ട്രാൻസ്പെറന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മറയില്ലാതെ. അതായത് എംപ്ലോയീസിനോട് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. അവിടെ ഒരു ഇതില്ല, മറയൊന്നും ഇല്ലാതെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, ക്ലിയർ കട്ട് ആയിരിക്കണം അപ്പുറത്തും ഇപ്പുറത്തേക്കും. കാരണം നമ്മൾ അങ്ങോട്ട് പറയുന്നു, അവർ ഇങ്ങോട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നു. There will be no confusions and doubts among them. അപ്പൊ അവിടെ തമ്മിൽ ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റുകൾ എന്താ പറയാ എംപ്ലോയീസിൽ കൊണ്ടുവരുന്നത് അവരുടെ പെർഫോമൻസിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ? പോയിന്റ് 4ാമത്തെ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് to effect which is effective in the performance and also to overcome such barriers. അതായത് ഇപ്പൊ ഏതെങ്കിലും തരത്തില് ഇപ്പൊ നമുക്ക് എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണം, വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ബാരിയേഴ്സ്, തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുക. അത്തരം ബാരിയേഴ്സിനെ നമ്മൾ ഓവർകം ചെയ്യണം. അത്തരം തടസ്സങ്ങളൊക്കെ നീക്കി അത് കറക്റ്റ് ആയിട്ട് എന്താണ് ആ തടസ്സം അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാറ്റിയതിനു ശേഷം കോച്ചിങ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തുക. ആൻഡ് എന്തെങ്കിലും തടസ്സങ്ങൾ ഇവരുടെ ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ തടസ്സപ്പെടുത്തുന്ന വാട്ട് ഓൾ ഫാക്ടേഴ്സ് അത് ഹാവ് ടു ബി മോണിറ്റേർഡ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക, മോണിറ്റർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് ദാറ്റ്. അതാണ് അടുത്ത പോയിന്റ്. ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിനെ അതിന്റെ തടസ്സം നിൽക്കുന്ന ബാരിയേഴ്സ് മനസ്സിലാക്കുക, അത് ഓവർകം ചെയ്യുക. ക്ലിയർ ആയോ? 5ാമത്തെ പോയിന്റ് ക്ലിയർ? യെസ്. Next one, 6th one, creating a basis for various administrative decisions and strategic planning, etc. Succession planning, promotions, performance based payment. ഇനി എന്താ പറയാ, ഇനി പല മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, മാനേജ്മെന്റ് പരമായിട്ടുള്ള കുറെ തീരുമാനങ്ങൾ, ഒരു പ്ലാനിങ്, അതായത് എങ്ങനെയൊക്കെയാണ് പെർഫോമൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, അതിനെ കുറിച്ചുള്ള പ്ലാനിങ് എടുക്കുക. ആ പ്ലാനിങ്ങിന് തുടർച്ചയായിട്ട് സക്സസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മറ്റു കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. മെയിൻ ആയിട്ടുള്ള പ്ലാനിങ്ങും അതിനനുസരിച്ചുള്ള മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ട്രെയിനിങ് കൊടുക്കണോ, കോച്ചിങ് കൊടുക്കണോ, അല്ലെങ്കിൽ പ്രൊമോഷൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് എങ്ങനെ പേയ്മെന്റ് നടത്താം. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി എന്താ പറയാ മാനേജ്ഡ്. ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റ്, ഒരു ക്രിയേറ്റീവ് മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് ഇവരുടെ പെർഫോമൻസുകളെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, ആ പ്ലാനിങ് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും, അതെങ്ങനെയാണ് അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമുക്ക് അവർക്ക് എങ്ങനെ പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി ഐഡന്റിഫൈഡ്. അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതും മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, പെർഫോമൻസ് മാനേജ്മെന്റിന്. അല്ലാതെ പെർഫോമൻസ് അളക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്ലാനിങ് ഷുഡ് ബി ദർ ടു മാനേജ് ദ പെർഫോമൻസ്. പെർഫോമൻസ് മാനേജ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കും, ഒരു കൃത്യമായ ഒരു രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, it also helps to increase or develop the personal growth and also the advancement of their career of the employees. എംപ്ലോയീസിന്റെ കരിയർ വർദ്ധിപ്പിക്കുക, കരിയറിലെ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, വികസനം കൊണ്ടുവരിക, പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും കാരണമാകുക.
ഇതെങ്ങനെയാണ്? ബൈ ഇംപ്രൂവിംഗ് ദയർ ഡിസയേർഡ് നോളജ് ആൻഡ് സ്കിൽ. എനിക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ തന്ന് എന്റെ നിലവിലുള്ള കഴിവുകളും അറിവുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. എന്റെ നിലവിലുള്ള കഴിവും അറിവും ഒക്കെ വർദ്ധിച്ചാൽ എന്താ അത്? എന്റെ പേഴ്സണൽ ഗ്രോത്ത് ആണ്. പേഴ്സണൽ ഗ്രോത്ത് മാത്രമാണോ? അല്ല, എന്റെ കരിയർ ഗ്രോത്തും ആണ്. എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് കുറച്ചും കൂടി അറിവ് കിട്ടി. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി നല്ല അറിവും ജ്ഞാനവും ഒക്കെ ലഭിച്ചു. അപ്പൊ എന്തായി? എന്റെ അതൊരു പേഴ്സണൽ, നമുക്കറിയാം, ഞാൻ പറയാം, നമുക്ക് ലഭിക്കുന്ന പല അറിവുകൾ അല്ലെ, നമ്മളുടെ സ്കില്ല്, നോളജ്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേടുന്നത് അത് ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഇറ്റ്സ് ഫോർ എ ലോങ്ങർ പീരീഡ്. ദാറ്റ് മീൻസ് ഫോർ അവർ ലൈഫ് ടൈം. നമ്മുടെ ലൈഫ് ടൈമിലേക്ക് നമ്മൾ അക്വയർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ, നോളജ്, സ്കില്ല് അല്ലെ, ഇന്റലിജൻസ് ഒക്കെ. ഇതൊക്കെ നമ്മളുടെ ലൈഫ് ടൈം പ്രൊസീജിയർ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് അതുകൊണ്ട് നമുക്ക് അതിനെ പറയാം ഇറ്റ്സ് ആൻ അസറ്റ്. അങ്ങനെയുള്ള അറിവുകൾ നമ്മൾ നേടുന്നത് തീർച്ചയായും നമുക്കൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അല്ലെ. കണ്ടും കാണാൻ പറ്റാത്ത എന്തോ ഒരു കഴിവൊക്കെ, മനുഷ്യന്മാർക്കുള്ള കഴിവുകള്, അറിവുകളൊക്കെ അതൊന്നും ഇങ്ങനെ എടുത്തു വെച്ച് കാണാൻ പറ്റില്ല. ഒരു ഫർണിച്ചറോ ഏതെങ്കിലും ബിൽഡിംഗ് ഒക്കെ പോലെ ടാഞ്ചിബിൾ ആയിട്ടുള്ളതൊന്നുമല്ല, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അത് നമുക്ക് എന്തെങ്കിലും ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മളുടേതാണ്. അത് ആർക്കും മുറിച്ചു കൊടുക്കാനോ ആർക്കും എടുത്തുകൊണ്ടോ ഒന്നും പറ്റാത്ത ഒരു സാധനമാണ് അല്ലെ. അപ്പൊ അത്തരം ജ്ഞാനം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തും കരിയർ ഡെവലപ്മെന്റിനും സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, അതിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോമൻസ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ ലാസ്റ്റ് പോയിന്റ്? സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്. ക്ലിയർ? 7 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. 7 പോയിന്റുകളിൽ എല്ലാം നമ്മൾ ഇങ്ങനെ എന്താ പറയാ, വലിയ വലിയ സെന്റൻസ് പോലെ പഠിക്കട്ടെ. അതിനൊക്കെ ഷോർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാട്ടാ. ഒന്നാമത്തെ പോയിന്റ് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഉദാഹരണം പറയാം. ഇറ്റ് എനേബിൾസ് ദ എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ്. അത്ര മതി. അത് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. സെന്റൻസിന്റെ ഫുൾ ഭാഗം വേണ്ട, അതൊന്ന് ഷോർട്ട് ചെയ്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റിൽ വരുന്നത് ഏതൊക്കെയാണ്? Some examples will be given for you while we are providing the mock test questions. അതിന്റെ എക്സാമ്പിളുകൾ നമുക്ക് ഞാൻ തരാട്ടോ, മോക്ക് ടെസ്റ്റ് തരാം. അതെങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാം, അതിന്റെ ആൻസേഴ്സ് വരുന്ന രീതി കൂടി. അപ്പൊ നിങ്ങളും അതനുസരിച്ചൊന്ന് ചുരുക്കി പഠിക്കാം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് എന്താന്ന്? മോക്ക് ടെസ്റ്റ് നമ്മൾ തരുന്നത് ഒരു ശരിക്കും പറഞ്ഞ എക്സാംസ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു മോഡലാണ്. ഓക്കെ, അപ്പൊ ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വന്തമായിട്ടും പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇത്രയും വലിയ നീണ്ട സെന്റൻസ് ഒക്കെ നമുക്ക് ആൻസേഴ്സിൽ കാണാൻ സാധിക്കില്ല. അതിനെ ചിലപ്പോൾ ചുരുക്കിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ആ ചുരുക്ക രൂപം അതിന്റെ ഒരു ഷോർട്ട് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരാം. അടുത്ത സെന്റൻസിലും വേണമെങ്കിൽ ഞാൻ പറയാം, ടു ഹെൽപ് ദ എംപ്ലോയീസ് ഇൻ റെക്കഗ്നൈസിംഗ് നോളജ് ആൻഡ് സ്കിൽസ്. അത്ര മതി. ടു help the employees in recognizing the knowledge and skills. Objectives le രണ്ടാമത്തെ സെന്റൻസ് അത്രയും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അടുത്തതില് enhancing the performance of the employees by encouraging മതി, അത്രയും മതി. എൻകറേജ്മെന്റിലൂടെ എംപ്ലോയീസിന്റെ പെർഫോമൻസുകളെ വർദ്ധിപ്പിക്കുക, ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, എൻഹാൻസ് ചെയ്യിപ്പിക്കുക. അടുത്തതിൽ ആ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്തത് അഞ്ചാമത്തെയാണ്. അഞ്ചാമത്തേല് ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ്. അത് അണ്ടർലൈൻ ചെയ്യാം. ഐഡന്റിഫൈങ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് പെർഫോമൻസ്. അടുത്തത് ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ. കേട്ടോ, ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്. അത് അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വണ്ണില് പ്രൊമോട്ടിംഗ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെന്റ് ഇൻ ദ കരിയർ. അത്ര മതി. എല്ലാം എംപ്ലോയീസിനെ കുറിച്ചാണല്ലോ. പിന്നെ നമ്മൾ എംപ്ലോയീസ് പറയേണ്ട ആവശ്യമില്ല. എംപ്ലോയീസിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വീണ്ടും എംപ്ലോയീസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ഡിസ്കസിംഗ് അബൌട്ട് എംപ്ലോയീസ്. ഓക്കെ, അപ്പൊ നമ്മൾ 7 പോയിന്റ് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിംഗ് ആണ് കേട്ടോ. എങ്ങനെയാണ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ചെയ്യുന്നത്? അത്ര എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് പ്രോസസ് ആണ്. അല്ലെന്ന് ഒന്ന് ആലോചിച്ച് ചിന്തിച്ചാൽ നിങ്ങളൊന്ന് പെർഫോമൻസിനെ മാനേജ് ചെയ്യുന്നു. പെർഫോമൻസ് മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം?
ആരുടെ നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് നോക്കണേ. അപ്പൊ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ പോകണം, നോക്കണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുടെ ഫീഡ്ബാക്കുകൾ അറിയണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. മാനേജ്മെന്റും എംപ്ലോയീസ് തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം. അവരുടെ എംപ്ലോയീസിന്റെ ഒബ്ജക്റ്റീവ്സും അവരുടെ ജോബ് എന്താണ്, ജോബ് ട്രാജക്ടറി എന്ന് പറഞ്ഞ ഒരു വേർഡ് അവിടെ കേൾക്കുന്നുണ്ട്. ജോബ് പാത്ത് എന്നാണ്, അവരുടെ വഴി. അവരുടെ വഴി മീൻസ് അവരുടെ ജോലിയുടെ ഓരോ രീതികൾ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അവരുടെ കോൺട്രിബ്യൂഷൻ, comprehensive contribution to the company or to the organization. അവരുടെ ഓവറോൾ കോൺട്രിബ്യൂഷൻ, എംപ്ലോയീസിന്റെ മൊത്തമായ സമഗ്രമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടി. ഇതെല്ലാം മോണിറ്റർ ചെയ്ത് അതുപോലെ തന്നെ അവരുടെ ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഓരോ ജോബിന്റെ പാത്ത് വേ എന്താണ് അതൊക്കെ മോണിറ്റർ ചെയ്യുക, റിവ്യൂ ചെയ്യുക. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. മനസ്സിലായി? ഒരു കൊളാബറേഷൻ ആണ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് റിവ്യൂ നടത്തി എംപ്ലോയീസിന്റെ പെർഫോമൻസ്, അവരുടെ ജോബ് ട്രാജക്ടറി, അവരുടെ കോംപ്രഹെൻസീവ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ കമ്പനി, ഇതെല്ലാം മനസ്സിലാക്കിയെടുത്ത് മോണിറ്റർ ചെയ്യുക. ആ ഒരു പ്രോസസ് ദാറ്റ് ഈസ് കോൾഡ് പെർഫോമൻസ് മാനേജ്മെന്റ്. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. ഒന്നാം സെന്റൻസ് വേഗം വായിച്ചു നോക്കുക, ആ സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈനും ചെയ്യാം. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ് എന്ന് വേണമെങ്കിൽ ഡാഷ് ഈസ് ദ collaborative communication based process where the employees and management work together to plan, monitor and review. ഇത് വേണമെങ്കിൽ ചോദിക്കാം, ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് ചോദിക്കാം. ഏത് പ്രോസസ്സാണ്? പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നോട്ടൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ഏതെങ്കിലും രീതിയിൽ നോട്ട് കയ്യിലുണ്ടോ? ഫുൾ സെന്റൻസ്, അതെ അതെ, ഫുൾ സെന്റൻസ് അതിന്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ ആണ്. അതുകൊണ്ട് ഫുൾ സെന്റൻസ് വേണം. കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ചേർന്നിട്ട് കൊളാബ് ചെയ്യാന്നൊക്കെ കേട്ടില്ലേ നിങ്ങള്? ചില ആളുകൾ കൊളാബ് ചെയ്യാറുണ്ട് വേറെ ആരുടെയെങ്കിലും ഒക്കെ എടുത്തിട്ട്. അപ്പൊ അവരും ഇവരും തമ്മിലുള്ള ഒരു ഇതാണ് പറഞ്ഞേക്കണേ, എംപ്ലോയീസ് മാനേജ്മെന്റ് തമ്മിലുള്ള കൊളാബ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? അണ്ടർലൈൻ ചെയ്തോ? യെസ്. അടുത്തത് നമ്മളപ്പോ ഈ മാനേജ്മെന്റ് പ്രോസസ്സ് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിംഗിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പെർഫോമൻസ് മാനേജ്മെന്റിന് ഷുഡ് ബി എ പ്രോപ്പർ പ്ലാനിങ്. ഒന്നാമത്തേത് പ്ലാനിങ് ഉണ്ടായിരിക്കണം. പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഷുഡ് ബി പ്ലാനിങ്. പ്ലാനിങ് ഉണ്ടായിരിക്കണം. എന്ത് കാര്യത്തിൽ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ? എന്തെങ്കിലും ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ബിഫോർ ദാറ്റ് യു വിൽ പ്ലാൻ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കും. പ്രീ ഡിസിഷൻസ് തയ്യാറാക്കും അല്ലെ? അതാണ് എന്തെന്ന് വിളിക്കുക പ്ലാനിങ്. നമ്മളൊരു ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകണം, നമ്മുടെ വീട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാണ്, അതിനൊരു പ്ലാനിങ് ഉണ്ടാക്കും. ഡേ ടു ഡേ കാര്യങ്ങളല്ല, അല്ലാതെയുള്ള ചില കാര്യങ്ങൾക്ക് എന്നാലും ഉണ്ടായിരിക്കും. നാളത്തേക്ക് വേണ്ടി ഇന്നേ തന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ വീട്ടമ്മമാരൊക്കെ എന്ത് ചെയ്യും? ഒരു പ്ലാനിങ് ഉണ്ട്. നാളെ രാവിലെ ഇന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ, നാളെ എനിക്ക് ഇന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് പോകാനുണ്ട്, ഇതൊക്കെ പ്ലാനിങ്ങിൽ പെടും. അപ്പൊ ഒരു പ്രീ ആയിട്ട് നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ഡിസിഷൻ തിങ്കിങ്, അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് വിളിക്കുക. ആൻഡ് സിമിലർലി പെർഫോമൻസ് മാനേജ്മെന്റിനും ഓൾസോ ഇൻക്ലൂഡ്സ് ഇറ്റ്സ് ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് പ്ലാനിങ്. പ്ലാനിങ് തന്നെ വേണം. പെർഫോമൻസ് മാനേജ്മെന്റ് തുടങ്ങുന്നത് തന്നെ ഇറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ പ്ലാനിങ് സ്റ്റേജ്. പ്ലാനിങ്ങോട് കൂടിയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്ലാനിങ് വേണം. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മറ്റ് മാനേജ്മെന്റും, അതായത് എന്താ പറയുക ഓർഗനൈസേഷൻസിന്റെ ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുന്ന മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സുകളെ മാത്രം മാനേജ് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ടു സ്പെസിഫൈ ദ ജോബ്, അവരുടെ ജോബ് എന്തൊക്കെയാണ്, ആ ജോബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻസ്, പിന്നെ അത് ലോങ് ടേം ഷോർട്ട് ടേം ഗോൾസ്. ഓർഗനൈസേഷന്റെ എന്താ പറയാ നമ്മള് ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ഉണ്ടായിരിക്കുമല്ലോ. ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓർഗനൈസേഷന്റെ അകത്തുള്ള ചെറിയ ചെറിയ കാലയളവിൽ നമ്മൾ നേടിയെടുക്കേണ്ട ചില ഒബ്ജക്റ്റീവ്സ്.
അതേസമയം ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് ദീർഘകാലം കൊണ്ട് ചിലപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങൾ, അത്തരം ലോങ് ടേം ആയിക്കോട്ടെ ഷോർട്ട് ടേം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്താ പറയാ ഗോൾസ് സെറ്റ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാം, അത് നേടുക, അതൊക്കെ എങ്ങനെ നമുക്ക് നേടാൻ പറ്റും. ഓൾ ദീസ് തിങ്സ് വിൽ ബി ഡിറ്റർമിൻഡ്. ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നു. ആര്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും കൂടി ചേർന്ന്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാനിംഗ് എന്ന് വിളിക്കുക. അപ്പൊ പ്ലാനിംഗ് ഈസ് ദ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലാനിംഗ് സ്റ്റേജ് ആണ്. ആ പ്ലാനിംഗ് സ്റ്റേജ് നടത്തുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ മാനേജ്മെന്റുകളും കൂടിയാണ്. വാട്ട് വിൽ ബി ദ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്പനി, ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്പനി, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ഇതൊക്കെ. പിന്നെ ആ കീ ഒബ്ജക്റ്റീവ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരു ക്ലിയർ കട്ട് ഒരു എന്താ പറയാ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അത് സാധാരണ ഓർഗനൈസേഷൻ ഗോൾസ് ഷുഡ് ബി ക്ലിയർ എന്നാ പറയുന്നത്. എല്ലാ ലക്ഷ്യങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ അവർ നേരത്തെ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഗോൾസ് സെറ്റിംഗ് ഇറ്റ് ഷുഡ് ബി ഇൻ സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? സ്മാർട്ട് ഫോർമാറ്റിലായിരിക്കണം. ആ സ്മാർട്ടിനെ അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്റ്റാൻഡ്സ് ഫോർ എസ് ഫോർ സ്പെസിഫിക്, M for measurable, A for attainable, R for relevant and T for time based. ഇങ്ങനെയായിരിക്കണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ സ്മാർട്ട് ഫോർമാറ്റ് സെറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ? ഗോള് സ്പെസിഫിക് ആയിരിക്കണം. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്റെ ലക്ഷ്യം. ആ സ്പെസിഫിക് ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. മനസ്സിലായോ? മെഷറബിൾ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിരിക്കണം. ഉദാഹരണം, എനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാകണം, അതായിരിക്കും ലക്ഷ്യം. അപ്പൊ ആ സ്പെസിഫിക് മോട്ടീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. മാക്സിമം ലാഭം ഉണ്ടാക്കലാണ് ലക്ഷ്യം ഓർഗനൈസേഷന്റെ. മെഷറബിൾ, എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു സ്റ്റാൻഡേർഡ് അതിലൊരു ഫിക്സ് ചെയ്യാം. 10 ലക്ഷം, 20 ലക്ഷം, 1 കോടി, ഇതാണോ പ്രോഫിറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യാൻ? അതൊരു മെഷറബിൾ ടേംസിലായിരിക്കണം. ഓക്കെ, അങ്ങനെയായിരിക്കണം. പിന്നെ അറ്റൈനബിൾ, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പറ്റാത്ത കാര്യം ലക്ഷ്യം വെക്കാൻ പറ്റുമോ? പറ്റാത്ത കാര്യം ലക്ഷ്യം വെക്കാൻ പറ്റുമോ? ഏത് ലക്ഷ്യവും നമ്മൾ വെച്ചാൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ബിക്കോസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് ആരൊക്കെയോ എപ്പോഴൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. എന്തും നമുക്ക് നേടാൻ പറ്റുന്നതാണ്. പറ്റാത്ത ലക്ഷ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യില്ല? പ്ലാൻ ചെയ്യില്ല. അങ്ങനെയാണല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അറ്റൈനബിൾ ആയിരിക്കണം, നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ എന്താ പറഞ്ഞ റെലവെന്റ് ആയിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ്, അല്ലാതെ വെറുതെ എന്താ പറയാ ഒരു പ്രാധാന്യം ഇല്ലാത്ത ലക്ഷ്യമൊക്കെ വെച്ചിട്ട് കാര്യമില്ല. പിന്നെയോ അതിനൊരു ടൈം ഉണ്ടായിരിക്കും, ടൈം ബേസ്. ഇത്ര സമയത്തിനുള്ളിൽ വിത്തിൻ 1 ഇയർ അല്ലെങ്കിൽ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഇത്ര പ്രോഫിറ്റ് എനിക്ക് കിട്ടണം. കണ്ടോ? അങ്ങനെ ആയിരിക്കണം ഗോള് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഗോള് നമ്മൾ ഒബ്ജക്റ്റീവ് നമ്മൾ ലക്ഷ്യം വെക്കുമ്പോൾ ഈ സ്മാർട്ട് ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ആ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് സ്മാർട്ടിന്റെ ഫുൾ ഫോംസ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗോൾസ് സ്പെസിഫിക് ആയിരിക്കണം, ഗോൾസ് മെഷറബിൾ ആയിരിക്കണം, ഗോൾസ് അറ്റൈനബിൾ ആയിരിക്കണം, ഗോൾസ് റെലവെന്റ് ആയിരിക്കണം, ഗോൾസ് ടൈം ബേസ്ഡ് ആയിരിക്കണം. ആൻഡ് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം? ക്ലിയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഈ പ്ലാനിങ് നമ്മെ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഒന്നാമത്തേത് പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ സ്റ്റേജ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം തന്നെ ആ സ്റ്റേജ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി ക്ലിയർ ആയെങ്കിൽ ഞാൻ പറയുന്ന സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ പോയിന്റുകൾ ഇങ്ങനെ പ്ലാനിങ്ങിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. പ്ലാനിങ്ങിൽ വരുന്ന 3 കാര്യങ്ങളാണ്: ഡിഫൈനിങ് ദ സ്റ്റേജ്, ഫീഡ്ബാക്ക് ദ സ്റ്റേജ് ആൻഡ് അപ്രൂവൽ ദ സ്റ്റേജ്. കേട്ടോ, സ്റ്റേജ് ഏതാണെന്ന് പ്ലാൻ ചെയ്യുക, എന്തിനെ കുറിച്ചാണെന്ന്, അതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ, പിന്നെ അത് അപ്രൂവ് ചെയ്യുക. ഓക്കെ, പ്ലാനിങ്ങിനകത്ത് അത് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്ലാനിങ് കംപ്ലീറ്റ് ആകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നു ആ സ്റ്റേജ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അണ്ടർലൈൻ ചെയ്യേണ്ടത് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റാർട്ട്സ് വിത്ത് ദ പ്ലാനിങ് സ്റ്റേജ്. അത് അണ്ടർലൈൻ ചെയ്യണം. പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പ്ലാനിങ് സ്റ്റേജ്. പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഗോൾസ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഡൺ ഇൻ സ്മാർട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് കംപ്ലീറ്റ് അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്തോ. സ്മാർട്ട് ഫോർമാറ്റ് തുടങ്ങി ഷുഡ് ബി സെറ്റ് വരെ. അണ്ടർലൈൻ ചെയ്തോ?
ഒന്ന് വായിച്ചു നോക്കിയേ. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ സെന്റൻസുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കേണ്ട ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ ആ സെന്റൻസുകളിൽ കൂടി ഒന്ന് കണ്ണോടിക്കുക കേട്ടോ പറയുന്ന സമയത്തിന്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് പറയട്ടെ. രണ്ടാമത്തേത് പ്ലാനിങ്ങിന്റെ രണ്ടാമത്തേതാണ് ദ ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മള് പെർഫോമൻസ് മാനേജ്മെന്റിന്റെ പ്ലാനിങ് ആദ്യം ചെയ്തു. അത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു. ആ ഗോള് സ്മാർട്ട് ഫോമിലായിരിക്കണം. അത് നമ്മളുടെ സ്റ്റാൻഡേർഡ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് എത്താനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗോള് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം? അത് നമുക്ക് കിട്ടണം, അതിന് അച്ചീവ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേജ് പ്ലാൻ ചെയ്തു. അതിനുശേഷം വി ഹാവ് ടു ഗെറ്റ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കിട്ടുന്ന സ്റ്റേജ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാനേജ്മെന്റ് അവരോട് എന്താ പറയാ, എംപ്ലോയീസിന് അവര് സ്പെസിഫൈ ചെയ്യുന്ന ഓരോ ജോബുകൾ, അതിന് എന്താ പറയാ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. Then the employee should have the opportunity to input into that material. എന്താണോ അവർ ചെയ്യേണ്ടത്, എംപ്ലോയീസ് എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള അവസരം എംപ്ലോയീസിന് കൊടുക്കണം. എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പ്ലാൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, ഇതൊക്കെ എന്നോട് എംപ്ലോയീസിനോട്, ഞാൻ നടക്കുന്ന എംപ്ലോയീസിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇനി നമുക്കാണ് ചാൻസ്, നമ്മളുടെ പെർഫോമൻസ് ആണ് അവർ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് വാട്ട് ഓൾ തിങ്സ് ഹാവ് ടു ബി ഡൺ ബൈ ദ എംപ്ലോയീസ്, അതിനൊരു ഓപ്പർച്യൂണിറ്റി മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. സോ അപ്പൊ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുന്നു. ദെൻ ദ മാനേജ്മെന്റ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്കിൽ, അവരുടെ എന്താ പറയാ എംപ്ലോയീസിന്റെ സ്കില്ല്, അവരുടെ കോമ്പിറ്റൻസീസ്, അവരുടെ മറ്റ് ഓർഗനൈസേഷനിൽ മറ്റു ആളുകളോട് ഒപ്പമുള്ള അവരുടെ പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾസ്, എങ്ങനെ അവർ ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ്ലി കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദ കമ്പനീസ് ഗോൾ, കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഗോൾസിന് വേണ്ടിയിട്ട് ഈ എംപ്ലോയീസ് ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നോക്കാൻ പറ്റും. ദേ ആർ ഡൂയിങ് ദെയർ ജോബ്, എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് ഫീഡ്ബാക്ക്. മനസ്സിലായോ? അവരുടെ പെർഫോമൻസ് നമ്മൾ എന്താണെന്ന് അറിയണമെങ്കിൽ അവർക്ക് അതിനുള്ള ചാൻസ് കൊടുക്കണം. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ വരാം, ഫീഡ്ബാക്ക് സ്റ്റേജിൽ വരാം. ക്ലിയർ ആയോ? ഫീഡ്ബാക്ക് സ്റ്റേജ് മനസ്സിലായോ? ഒന്നാമത്തേത് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ സ്റ്റേജ്. ആ എന്താ പറയാ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ആണത്. അപ്പൊ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, നമ്മൾ ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി എംപ്ലോയീസിന് അവസരം കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, അവരുടെ ജോബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫീഡ്ബാക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ അപ്രൂവൽ സ്റ്റേജ്. എന്താ അപ്രൂവൽ സ്റ്റേജ് എന്ന് പറയുന്നത്? അതായത് അപ്രൂവൽ ആണ്. ആരാണ് അപ്രൂവ് ചെയ്യേണ്ടത്? മാനേജ്മെന്റ് ആൻഡ് ദ എംപ്ലോയീസ് ബോത്ത് ഹാവ് ടു എഗ്രി. നമ്മൾ ആ സ്റ്റേജിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ്, റോൾസ്, ഗോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് അതിന് അപ്രൂവൽ കൊടുക്കുക. മാനേജ്മെന്റ് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം എംപ്ലോയീസ് ഹാവ് ടു എഗ്രി. അവരെല്ലാവരും സമ്മതിക്കണം. മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ എംപ്ലോയീസിന് ചെയ്യാൻ പറ്റണം. എംപ്ലോയീസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനേജ്മെന്റിനും അത് അക്സെപ്റ്റബിൾ ആയിരിക്കണം, എഗ്രി ചെയ്യണം അവര്. അപ്പൊ അങ്ങനെയാണ് രണ്ടും കൂട്ടരും ഒരു ഗിവ് ആൻഡ് ടേക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്താണോ റോളുകൾ ഓരോ എംപ്ലോയീസിന്റെ, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഡെഫിനിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബോത്ത് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദ മാനേജ്മെന്റ് ഹാവ് ടു എഗ്രി. അതിനെയാണ് അപ്രൂവൽ സ്റ്റേജ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് എല്ലാവരും കൂടി എഗ്രി ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. പ്ലാനിങ് എഗ്രി ചെയ്യുക, അത് മാനേജ്മെന്റും എംപ്ലോയീസും രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് എഗ്രി ചെയ്യേണ്ടത്. ആർക്കെങ്കിലും എഗ്രിമെന്റ് ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പറ്റൂല.
മനസ്സിലായില്ല? അപ്രൂവൽ കിട്ടില്ല, സ്റ്റേജ് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എംപ്ലോയീസ് ഓക്കെയല്ല, അവരത് ചെയ്യാൻ പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല എന്നുള്ളതാണെങ്കിൽ അവിടെ എഗ്രിമെന്റ് ഇല്ല. ദാറ്റ് മീൻസ് അവർ എഗ്രി ചെയ്യുന്നില്ല. അപ്പൊ രണ്ട് പാർട്ടീസും മാനേജ്മെന്റും എംപ്ലോയിയും ബോത്ത് ഷുഡ് എഗ്രി. അപ്രൂവൽ സ്റ്റേജിൽ രണ്ടുപേരുടെയും എഗ്രിമെന്റ് എന്താ പറയാ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ 3 steps in planning. പ്ലാനിങ്ങിലുള്ള 3 സ്റ്റെപ്പാണ്: ഡിഫൈനിങ് ദ സ്റ്റേജ്, ഫീഡ്ബാക്ക് ഓഫ് ദ സ്റ്റേജ്, അപ്രൂവൽ ദ സ്റ്റേജ്. മനസ്സിലായോ? സ്റ്റേജ് അപ്രൂവൽ ചെയ്യുക. ക്ലിയർ? പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് പ്ലാനിങ്. പ്ലാനിങ്ങിൽ ഏതൊക്കെ വരുന്നു ഓർത്തിരിക്കുക. ഏതാണ് ഫസ്റ്റ് വൺ പ്ലാനിങ്ങിൽ വരുന്നത്? ഒന്നാമത്തേത് ഏതാ? ഡിഫൈനിങ് ദ സ്റ്റേജ് ആണ്. ദ സ്റ്റേജ് ഡിഫൈനിങ് ആണ്. രണ്ടാമത്തേത് ദ ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. മൂന്നാമത്തേത് അപ്രൂവൽ സ്റ്റേജ് ആണ് കേട്ടോ. 3. ഇനി സോ നമ്മള് പറഞ്ഞ കാര്യമാണ് വീണ്ടും അവര് ഒരു രണ്ടാമത്തെ കുഞ്ഞ് സെന്റൻസ് എന്താ പറയാ ഒരു പാരഗ്രാഫ് പോലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ പെർഫോമൻസ് ലെവലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് പെർഫോമൻസ് ഒക്കെ മനസ്സിലാക്കുന്നു. കൊളാബറേറ്റ് ആയിട്ട് മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിലുള്ള ഓരോ പ്രോസസ്സും ഓരോ സ്റ്റേജസിലും ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ, കൊളാബ് ഈച്ച് അതർ, മറ്റ് എംപ്ലോയീസുമായിട്ടൊക്കെ കൊളാബ് ചെയ്ത് വാട്ട് എവർ ഗോൾസ് ആർ സെറ്റ്, എന്തൊക്കെ ഗോൾസ് ആണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം അവർ എന്ത് ചെയ്യുന്നു? ഒരു ഗാലപ്പ് സ്റ്റഡിയുടെ എവിഡൻസോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണ് ഗാലപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ഇതൊരു ഇറ്റ് ഈസ് ദ ഇൻവോൾവ്മെന്റ് ആൻഡ് enthusiasm of employees while doing their work and at their workplace. ഇത് ഒരു തരം ഗാലപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ എംപ്ലോയീസ് ഇല്ലേ, അവരവരുടെ ജോലി എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യുന്നു, എത്രത്തോളം enthusiastic ആയിട്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഒക്കെ ചെയ്യുന്നു അവരുടെ ജോലി. അതുപോലെ തന്നെ ജോലിയുടെ ചുറ്റുപാട്, വർക്ക് പ്ലേസ്, അവർക്ക് എത്രത്തോളം സന്തോഷവും അതുപോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കൊടുത്ത് അവർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തെയാണ് ഗാലപ്പ് സ്റ്റഡി എന്ന് വിളിക്കുക. വെറുതെ എന്തെങ്കിലും ജോലി ചെയ്താൽ പോരാ. എംപ്ലോയീസ് ഷുഡ് ഡു ദെയർ ജോബ് ഇൻ മോർ enthusiastic. അത് ഭയങ്കര സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, സാറ്റിസ്ഫാക്ഷനോടെ ഒക്കെയാണ് ജോലി ചെയ്യേണ്ടത്. ഏതെങ്കിലും രീതിയിൽ ജോലി ചെയ്താൽ അതൊരു നല്ല രീതിയിലുള്ള ജോലിയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗാലപ്പ് സ്റ്റഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പഠനം അത് എന്ന് വെച്ചാൽ എംപ്ലോയീസ് വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ്, അവരവരുടെ സന്തോഷമുണ്ടോ, ചെയ്യുന്ന ജോലിയിൽ തൃപ്തരാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം. ആ ഒരു സ്റ്റഡിയിലൂടെ അത് തെളിവ് ആയിട്ട് എടുത്ത് എന്ത് ചെയ്യുക? അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെർഫോമൻസ് ലെവൽ ഷുഡ് ബി മാനേജ് ചെയ്യണം, പെർഫോമൻസ് മാനേജ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതിന്റെ ആ 3 കാര്യങ്ങളും ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമാണ്. ഗാലപ്പ് സ്റ്റഡി വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം എന്താണെന്ന്. എഴുതണോ? അവിടെ തന്നെ സ്ഥലമുണ്ട് നിങ്ങളുടെ നോട്ടിനകത്ത്. അവിടെ തന്നെ സ്ഥലമുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ഒന്ന് ഗാലപ്പ് സ്റ്റഡി എന്താണെന്ന് ഒന്ന് എഴുതി വെച്ചേക്കാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട്, അത് അറ്റത്തല്ലേ കിടക്കണം, അവിടെ തന്നെ ഒന്ന് ഹൈഫൻ ഇട്ടിട്ട് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഒന്ന് കൊടുക്കാമോ? പിന്നീട് വായിച്ചു നോക്കുമ്പോ ആ ഗാലപ്പ് സ്റ്റഡി എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റും. വേണോ? വേണ്ടേ? അല്ലെങ്കിൽ യെസ് എഴുതാം. ഓക്കെ, എഴുതിക്കോ. ദ ഇൻവോൾവ്മെന്റ് പറയണം. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം എന്താണെന്ന് അതിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ എഴുതിക്കോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ദ ഇൻവോൾവ്മെന്റ്, INVOLVEMENT, ദ ഇൻവോൾവ്മെന്റ് ആൻഡ് enthusiasm, ENTHUSIASM, enthusiasm of employees in their work and workplace. ഓരോ എംപ്ലോയീസും അവരുടെ അവർ ജോലി ചെയ്യുന്ന ഇടം എത്രത്തോളം എന്ത് ചെയ്യുന്ന സന്തോഷത്തോടെ ഇൻവോൾവ് ചെയ്ത് ആ ജോലി ചെയ്യുന്നു. അതാണ് ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. എംപ്ലോയീസിന്റെ ഗാലപ്പ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയീസ് എത്രത്തോളം, ഇപ്പൊ ഞാൻ ഈ ജോലി ചെയ്യുന്നു, ആ ജോലി ഞാൻ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഇൻവോൾവ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുപോലെ എത്രത്തോളം സന്തോഷത്തോടെ ഞാൻ അത് ചെയ്യുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യുന്നതും അതുപോലെ എന്റെ ജോലിയുടെ പ്ലേസും എത്രത്തോളം എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ, എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സന്തോഷം എനിക്ക് എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു സന്തോഷം നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡി, അതിനെയാണ് നമ്മൾ ഗാലപ്പ് സ്റ്റഡി എന്ന് വിളിക്കുക. അതിനെ കുറിച്ചുള്ള പഠനം എല്ലായ്പ്പോഴും അങ്ങനെ ആവുന്ന നിർബന്ധം ഉണ്ടാവും. ഒന്ന് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞു എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. എല്ലാ എംപ്ലോയീസും
ഒത്തിരി ഇൻവോൾവഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണോ എല്ലാ ജോലിക്കാരും അവരവരുടെ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്നത്? ശരിയാണോ? അങ്ങനെയാണോ? എല്ലാവരും അങ്ങനെയാണോ? അല്ല. They may face some difficulties in the organization. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളില് പല എംപ്ലോയീസും പല രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ്, യാതനകള്, പല മെന്റൽ ടോർച്ചറിങ്, മെന്റൽ ഡിപ്രഷൻസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് പല ആളുകൾക്കും. കാരണം വർക്ക് ലോഡ് ആകാം, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ചില പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ കോ വർക്കേഴ്സിന്റേതായിട്ടുള്ള ചില ബിഹേവിയർ ആകാം, മേ ബി സംതിങ് എൽസ് അല്ലെ. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പല ആളുകളും പല രീതിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പഠിക്കുക, അതേക്കുറിച്ചുള്ള പഠനമാണ്. അതിനാണ് ഞാൻ പറയുന്നത് എന്ത് ഗാലപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സെക്കൻഡ് വൺ. അപ്പൊ ഇനി പെർഫോമൻസ് മാനേജ്മെന്റിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. കോച്ചിങ് മീൻസ് ട്രെയിനിങ്. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ വെറുതെ കുറെ പരിശീലനത്തിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? കോച്ചിങ് നടത്തണമെങ്കിൽ വി ഹാവ് ടു നോ വെദർ ദ പെർഫോമൻസ് ആർ ഗോയിങ് ഡൗൺ ഓർ നോട്ട് അല്ലെ. എന്തിനാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്? ചിലപ്പോഴൊക്കെ കൊടുക്കുന്ന എന്തിനാ? ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് ചിലപ്പോ ചില എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇങ്ങനെ താഴെ പോകുന്നു എന്ന് കാണുമ്പോ, ചിലപ്പോ ഒരു എംപ്ലോയിനെ പുതിയതായിട്ട് ഓർഗനൈസേഷനിൽ ജോലിക്ക് എടുക്കുമ്പോൾ ഈ ആളുകൾ എടുക്കുമ്പോൾ ട്രെയിനിങ് കൊടുക്കണം. അതല്ല, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഇങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത് എപ്പോഴൊക്കെയാ? ഒന്നില്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഡള്ളായി തോന്നുമ്പോ, അതല്ലെങ്കിൽ പുതിയ ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും കോച്ചിങ് ഓർ ട്രെയിനിങ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് അറിയണമെങ്കിൽ ഇവരുടെ പെർഫോമൻസ് ഡള്ളാകുന്നുണ്ടോ, പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തപ്പോ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് they cannot perform, അവർക്കത് വ്യക്തമായ രീതിയിൽ മനസ്സിലാകാത്തത് കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബൈ കണ്ടക്ടിങ് മീറ്റിംഗ്സ്. അതാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമായിരുന്നു. ഓർഗനൈസ് മീറ്റിംഗ്സ് ഓൺ എ ടൈംലി ഓർ റെഗുലർ ബേസിസ്. റെഗുലർ ആയിട്ട് സമയത്തിനനുസരിച്ച് കുറച്ച് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക. അപ്പൊ നമ്മള് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ഓരോരുത്തരും അവർ ചെയ്യേണ്ട ജോലികള്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇത് എന്തെങ്കിലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നീ ചെയ്യേണ്ട ജോലി ഇത്, ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇത്, അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇനീഷ്യേഷൻസ്, പെർഫോമൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കലാണ്. എന്താണ് പെർഫോമൻസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് മാനേജ് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പാണ് അടുത്തത് നമ്മൾ എടുക്കുന്നത്. ആ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർഗനൈസ് മീറ്റിംഗ്സ്. അതിന് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം റെഗുലർ ആയിട്ട്. അപ്പോ എന്താ പറയാ, മീറ്റിംഗ്സ് സാധാരണ എന്താ പറയാ ക്വാർട്ടർലി, അതായത് മൂന്ന് മാസം കൂടുമ്പോഴോ അങ്ങനെയോ, സാധാരണ മോസ്റ്റ് മീറ്റിംഗ്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള മീറ്റിംഗ് നടത്തേണ്ടത് വൺസ് ഇൻ എ മന്ത് ആണ്. മാസത്തിൽ ഒരിക്കലൊക്കെ നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോഴൊക്കെ അത് ക്വാർട്ടർലിയിലേക്ക് പോകാറുണ്ടെന്ന്. അതിനേക്കാളും നല്ലത് മന്ത്ലി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുക. അപ്പൊ മന്ത്ലി മീറ്റിംഗ്സ് നടത്തുമ്പോൾ they can understand what according to their performance, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ മാനേജ്മെന്റിന് പറ്റും. സോ they can provide കോച്ചിങ്സ്. അതിന് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോച്ചിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. ആ സെന്റൻസിലില്ലേ, സെന്റൻസ് വെറുതെ വായിച്ചു നോക്കിയാൽ മതി, അതിന്റെ ആവശ്യമില്ല നമുക്ക്. when the parameters of the job and objectives of the future for the future have been set, ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ the next step ആണ്, സ്റ്റോപ്പ് അല്ല, the next step of performance management process is initiated. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പെർഫോമൻസ് മാനേജ്മെന്റ് ആരംഭിക്കലാണ്, ഇനീഷ്യേഷൻ എടുക്കേണ്ടതാണ്. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മീറ്റിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി. Although monthly meetings are the most suitable, quarterly ആണ് മീറ്റിംഗ്സ് നടത്തേണ്ടത്. പക്ഷെ അറ്റ്ലീസ്റ്റ് മന്ത്ലി പറ്റിയില്ല എങ്കിലും 3 മാസം കൂടുമ്പോഴെങ്കിലും നടത്തണം എന്ന്. ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അപ്പൊ മീറ്റിംഗ്സ് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ എംപ്ലോയീസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കോച്ചിങ് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മന്ത്ലി മീറ്റിംഗ്സ് സ്യൂട്ടബിൾ ആയ രീതിയിൽ നടത്തുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വാർട്ടർലി എങ്കിലും എന്ത് ചെയ്യാം, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. ഒന്നാമത്തെ കോച്ചിങ്ങിൽ വന്നാണ്. സെക്കൻഡ്, പ്രൊവൈഡ് നെസസറി ട്രെയിനിങ് ഓർ കോച്ചിങ് ആൻഡ് സൊല്യൂഷൻസ്. ആവശ്യം വേണ്ട ട്രെയിനിങ്ങും കോച്ചിങ്ങും അല്ലെങ്കിൽ ചില പരിഹാര മാർഗങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കലാണ് അടുത്തത്. അപ്പൊ കോച്ചിങ്ങിൽ രണ്ടാമത്തേതാണ്
അതിന് വേണ്ടിയിട്ട് മീറ്റിംഗ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാമോ മന്ത്ലി. അപ്പൊ മീറ്റിംഗ്സിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു, സംസാരിക്കുന്നു. ആൻഡ് പെർഫോമൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ്, അതിന്റെ കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, ഇതൊക്കെ നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയാ, പണിറ്റീവ് മെഷേഴ്സ് ഫോർ ലാക്ലസ്റ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റാദർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താ സെന്റൻസിന്റെ അർത്ഥം അങ്ങനെ തന്നെ പറഞ്ഞുതരാം. ദീസ് മീറ്റിംഗ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അവർ എന്തിലാ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, പോരായ്മകൾക്ക് സൊല്യൂഷൻസും അതുപോലെ തന്നെ ആ പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്, അതിന്റെ അവസരങ്ങളും അതെപ്പോഴൊക്കെ നടത്തണം എന്നുള്ള കാര്യങ്ങളുമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ എന്തിലല്ല, പലിയേറ്റീവ് മെഷേഴ്സ് ഫോർ ലാക്ലസ്റ്റർ പെർഫോമൻസ്. അതായത് എന്താ പറയാ, ചില പെർഫോമൻസ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് കുറഞ്ഞു പോയതുകൊണ്ട് അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കലല്ല എന്ന്. ഈ മീറ്റിംഗിന്റെ അർത്ഥം അതാകരുതെന്ന്. ക്ലിയർ ആയി? മനസ്സിലായോ? മീറ്റിംഗ് നടത്തണമെന്ന് നമ്മൾ പറഞ്ഞില്ല, കോച്ചിങ് നടത്താൻ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ ഷുഡ് കണ്ടക്ട് മീറ്റിംഗ്സ് വേണം. അത് വൺസ് ഇൻ എ മന്ത് ആണെങ്കിൽ സ്യൂട്ടബിൾ, ഏറ്റവും നല്ലത് അതാണ്. അതില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ 3 months കൂടുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, ക്വാർട്ടർലി ആയിട്ടെങ്കിലും എന്ത് ചെയ്യണം, നമ്മള് എന്താ പറയാ ഈ മീറ്റിംഗ് നടത്തണമെന്ന്. ആ മീറ്റിംഗ് നടത്തുമ്പോൾ അതിന്റെ മെയിൻ കാര്യം എന്തായിരിക്കണം, എന്താണ് പെർഫോമൻസിൽ കുറവ് വന്നേക്കണേ, അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനെ പെർഫോമൻസ് കുറഞ്ഞ വ്യക്തികൾ ആരാണെന്ന് കണ്ടെത്തി അവർ ശിക്ഷിക്കുകയോ അവരുടെ എന്താ പറയാ പെർഫോമൻസ് താഴെ പോയതുകൊണ്ട് അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയോ അതല്ല ചെയ്യേണ്ടതെന്ന്. മനസ്സിലായോ? ഇപ്പോ ആ സെന്റൻസ് ഞാൻ അത് അങ്ങനെ തന്നെ വായിച്ചത്. സെന്റൻസിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ലാക്ക് ലസ്റ്റർ, എന്താ അതിന്റെ മീനിങ്? ലാക്ക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ, മങ്ങിയ എന്നർത്ഥം. മങ്ങിയ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫോമൻസ് പോരായ്മ വരിക, അതാണ് അല്ലെ? പോരായ്മയുള്ള പെർഫോമൻസ്, ഇത്ര പോരാ എന്ന് നമ്മൾ തോന്നില്ല, അതാണ് മങ്ങിയ പെർഫോമൻസ്. ഇനി എന്തെന്നായിരുന്നു വേറൊരു പേര് കൂടി ഉണ്ടായിരുന്നല്ലോ, പനിറ്റീവ്, PUNIT, പണിഷ്മെന്റിന്റേതാണ്, ശിക്ഷാർഹമായത് എന്നർത്ഥം കേട്ടാ. ശിക്ഷാർഹമായ നടപടികൾ സ്വീകരിക്കുക. അതായത് കുറഞ്ഞ പെർഫോമൻസിന് എതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതല്ല ചെയ്യേണ്ടത്. പകരം എന്തുകൊണ്ട് പെർഫോമൻസ് താഴെ പോയി അതിന് കോച്ചിങ് കൊടുക്കുന്ന കാര്യങ്ങൾ, അതിന്റെ അവസരങ്ങളെ കുറിച്ചാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതല്ല നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അതെന്ത് ചെയ്യും, എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ കണ്ടില്ലേ, ഇതുപോലെയുള്ള മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് താഴെ പോയി അവർക്ക് അതിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നു. അതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും എംപ്ലോയീസിൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ അവരെന്താവില്ല, ബിക്കം മോർ ഓണസ്റ്റ്, അവർ കൂടുതൽ സത്യസന്ധരായിട്ടൊക്കെ പ്രവർത്തിക്കില്ല. അപ്പൊ സത്യസന്ധതയൊക്കെ മറച്ചു വെക്കുക അവര്. ഓക്കെ, കാരണം ദേ വിൽ ബി സ്ട്രഗ്ലിംഗ്. അവരവരുടെ പെർഫോമൻസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, സത്യസന്ധമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും ചിലപ്പോൾ പെർഫോമൻസ് താഴെ പോകാം. അപ്പൊ അങ്ങനെയുള്ള അവസരത്തില് അവരെ പണിഷ് ചെയ്യാതെ അതിന് എന്ത് പരിഹരിക്കാം, എങ്ങനെ പരിഹരിക്കാം എന്നുള്ള നടപടികളാണ് മാനേജ്മെന്റ് സ്വീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ മാനേജ്മെന്റ് ക്യാൻ പ്രൊവൈഡ് ട്രെയിനിങ്. അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷന് അതിന്റെ ഗോൾസ് ഒക്കെ, അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ആവശ്യമാണ്. അപ്പൊ ചിലപ്പോൾ എംപ്ലോയീസിന്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റ് ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമുണ്ടായിരിക്കും. പെർഫോമൻസ് മാനേജ് ചെയ്യുന്നവർക്കും ചിലപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തേൽ വേറെ ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല, ആ 3 സെന്റൻസുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ നമുക്ക് ഇതില്ല. അടുത്തത് എന്താണ്? നാലാമത് എന്താണ്? അപ്പൊ ആദ്യത്തേത് നമ്മൾ പറഞ്ഞത്, ഒന്നാമത്തേത് പ്ലാനിങ് ആണ്, രണ്ടാമത്തേത് കോച്ചിങ് ആണ്. തേർഡ് വൺ സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തു നിന്നും മാനേജ്മെന്റ് ഓൾസോ ദേ ഹാവ് ടു ഗിവ് ആൻഡ് ഓൾസോ റിസീവ് honest feedback from their
എംപ്ലോയീസിന്റെ ജോലി, അവരുടെ ഫീഡ്ബാക്ക് രണ്ട് സൈഡിൽ അങ്ങോട്ട് കൊടുക്കാൻ മാത്രമല്ല ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാനും മാനേജ്മെന്റ് കേപ്പബിൾ ആയിരിക്കണം. നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ പുതിയ പുതിയ രീതികൾ അവലംബിച്ച് കമ്പാരിറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു സ്ട്രഗ്ലിംഗ് നിലപാട്, ഒരു പോരാട്ട നിലപാടൊക്കെ സ്വീകരിച്ച് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് നേടിയെടുക്കുന്നതിനേക്കാള് നല്ലത് എന്ത് ചെയ്യാം, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആ രീതിയിൽ വെറുതെ അവരോട് ഒച്ചപ്പാടൊക്കെ ബഹളം വെച്ചൊക്കെ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ നടത്താതെ എന്ത് ചെയ്യണം, ഒരു നല്ല രീതിയിൽ, ഒരു നല്ല ഫ്രണ്ട്ലി രീതിയിലൊക്കെ മാനേജ്മെന്റ് ഷുഡ് ഹാവ് ടു ഗിവ് ആൻഡ് ഓൾസോ റിസീവ് ഫീഡ്ബാക്ക്. ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ റിസീവ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ തയ്യാറാക്കാം. അങ്ങനെയാണ് എംപ്ലോയീസിനോടുമായിട്ട് മാനേജ്മെന്റ് ജോലി ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ആൻഡ് ദേ ഓൾസോ ഹാവ് ടു ടേക്ക് ആക്ഷൻ again feedback. If ഇതൊക്കെ നോക്കുക എന്തെങ്കിലും തരത്തിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്രൂഷ്യൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ, അതായത് അതും അതിനുള്ള എബിലിറ്റിയും മാനേജ്മെന്റിന് ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആ ഫീഡ്ബാക്കിന് അനുസൃതമായിട്ട് അതിന്റെ ബേസിസിൽ തന്നെ they should have make actions. ആ ആക്ഷണൽ ഫീഡ്ബാക്ക് ആണ് എന്ന് വെച്ചാൽ അതിന്റെ ഒപ്പം തന്നെ ഫീഡ്ബാക്കിനൊപ്പം തന്നെ ആക്ഷൻസ് എടുക്കാനും മാനേജ്മെന്റിന് എന്തുണ്ട്, കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ടു കൂട്ടരുടെയും ഇടയിലുള്ള ഫീഡ്ബാക്കുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. മാനേജ്മെന്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബോത്ത് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ഓണസ്റ്റ് ഫീഡ്ബാക്ക് ആൻഡ് വർക്ക് വിത്ത് എംപ്ലോയീസ്. അത്ര മതി. ആ ഒരു സെന്റൻസ്, എംപ്ലോയീസ് വരെയുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഫോർത്ത് വൺ പ്ലാനിങ് പറഞ്ഞു, കോച്ചിങ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, പ്രൊവൈഡ് നെസസറി കോച്ചിങ് അത് പറഞ്ഞു, പിന്നെ പറഞ്ഞത് സോളിസിറ്റ് ഫീഡ്ബാക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ബോത്ത് സൈഡ് എന്ന് ഉദ്ദേശിച്ചത് മാനേജ്മെന്റും എംപ്ലോയീസിന്റെ സൈഡ്സ്. അതാണ്. അടുത്തത് എന്താ? റീവിസിറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഇഫ് നെസസറി. വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടി റീവിസിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഓൾറെഡി ദ ഓർഗനൈസേഷൻ ഹാസ് സെറ്റ് സം ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങളും ചില കാര്യങ്ങളൊക്കെ നേരത്തെ കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദ മാനേജ്മെന്റ് ഹാസ് ടു റീവിസിറ്റ്. എന്ത് ചെയ്യണം, വീണ്ടും ഒരു അവലോകനം നടത്തണം. ഒബ്ജക്റ്റീവ്സിൽ മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും കറക്ഷൻസ് നടത്തണോ. അപ്പോ ദേ ക്യാൻ മേക്ക് സം കരിയർ ഡെവലപ്മെന്റ്. മാത്രമല്ല എംപ്ലോയീസിന്റെ അവർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, അപ്പൊ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്യാം. ലക്ഷ്യം നേടിയോ? ഓക്കെ, നേടി. അല്ലെങ്കിൽ ഇനി എന്താണ് കുഴപ്പമുള്ളത്, കറക്ഷൻസ് വല്ലതും ഉണ്ടോ? കറക്ഷൻസ് ഉണ്ട്. അങ്ങനെ കറക്ഷൻസ് കൊടുക്കുമ്പോൾ എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റിനൂടി അത് ഹെൽപ്പ് ചെയ്യും. അതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഈ റീവിസിറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ് റീവിസിറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി നേരത്തെ കൂടി അവിടെ വരുന്നുണ്ട്. എംപ്ലോയീസിന്റെ കരിയർ ഡെവലപ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം, നമ്മള് എന്താ പറയാ, അതിനുകൂടി നമ്മളൊരു അറ്റൻഷൻ, ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്ത് പറ്റും, അതും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് ആസ് നെസസറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ ആ സെന്റൻസ്? നോക്കിയേ, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. പോയിന്റിന്റെ ഹെഡിങ് എന്തായാലും പഠിക്കണം കേട്ടോ. ഏതൊക്കെയാണ്? പ്ലാനിങ്, കോച്ചിങ്, സോളിസിറ്റ് ഫീഡ്ബാക്ക് ഓൺ ബോത്ത് സ്റ്റഡി സൈഡ്സ്, പിന്നെ റീവിസിറ്റ് ഒബ്ജക്റ്റീവ്സ് ആസ് നെസസറി. അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അതെ അതെ, അത് തന്നെ. 4 പോയിന്റ് കോച്ചിങ്ങില് കേട്ടോ. അടുത്തത് ഏതാ? റിവ്യൂയിങ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇത്രയും വരെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരിക കേട്ടോ. അടുത്ത ദിവസം നമുക്കതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പെർഫോമൻസ് മാനേജ്മെന്റിന്റെ കുറച്ച് സ്റ്റെപ്പുകളെന്നോ സ്റ്റേജ് എന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ എടുത്തോളം വരെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കി അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഒന്ന് നന്നായിട്ട് പഠിച്ചേക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, താങ്ക് യു, ബൈ. ഓക്കെ.